അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദുൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശിരസ്സ അംഗീകരിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും വിധം ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ റാഹത്തായ മരണം ലഭിക്കുന്ന, ഖബർ ജീവിതത്തിലും റാഹത്തായി പരലോകം വരെ നിൽക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി തിന്മകളും കുറ്റകൃത്യങ്ങളും പാപങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടാണ് നല്ലൊരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിച്ച് ആരോഗ്യം നേടി അള്ളാഹുവിനെതിരിൽ പണിയെടുക്കുന്ന ഒരുപാട് ആളുകൾ. വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളുടെ തമ്മാടികളും താന്തോന്നികളുമായി ജീവിച്ച് മരണം വരെ തൗബ ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഖവരിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൽ ജാസിയയിലെ വിശുദ്ധ ഖുർആന്റെ ബോധ്യപ്പെടുത്തൽ. ആയത്തൊന്ന് നമുക്ക് കേൾക്കാം. അള്ളാഹു പറയുന്നു: അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യാത്ത്, നിരന്തരമായി തിന്മകളും പാപങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ടോ, അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, അവരെയും അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മകാരിയായി ജീവിക്കുന്നവനും തമ്മാടി വിചാരിക്കുന്നുണ്ടോ? എന്ത്? സവാഅൻ മഹിയാഹും വ മമാത്തുഹും, അവരുടെ ജീവിതവും അവരുടെ മരണവും ഒരുപോലെയാകുമെന്ന്. രണ്ടു കൂട്ടരെയും മരണം ഒരുപോലെ അള്ളാഹു ആക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരം നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു: സാഅ മാ യഹ്കുമൂൻ, അവർ വിചാരിക്കുന്നത്, അവർ ചിന്തിക്കുന്നത്, അവർ വിധി കൽപ്പിച്ചത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ കാര്യം വ്യക്തമായി അല്ലേ? തമ്മാടികളും താന്തോണികളുമായി ജീവിച്ച് മരിക്കുന്ന ആളുകളുടെ മരണവും അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്
സൽക്കർമ്മകാരിയായി ജീവിക്കുന്നവരുടെ മരണവും ഒരുപോലെയല്ല. അള്ളാഹു ഒരുപോലെ ആക്കുകയില്ല എന്നാണ് നമ്മൾ അറിയിച്ചത്. അതുകൊണ്ട് തമ്മാടികളുടെയും അക്രമികളുടെയും മരണത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത് സൂറത്ത് അൻആമിൽ നമുക്ക് കാണാം. വലൗ തറ ഇദിൽ ലാലിമൂൻ, അക്രമികൾ മരിക്കുന്ന രംഗം മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ. ഫി ഒമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ ഉഗ്രമായ ലഹരിയിലേക്ക് അക്രമം ചെയ്ത് മരണം വരെ തൗബ ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത താന്തോന്നികളായ ആളുകൾ മരിക്കുന്ന രംഗം മുഹമ്മദെ നീ കണ്ടിരുന്നെങ്കിൽ. എന്താ രംഗം? ഖുർആൻ പറയുന്നു, വൽ മലായിക്കത്തു, മലക്കുകൾ അവൻ്റെ അടുത്തെത്തും. എന്നിട്ടോ ബാസിത്തു ഐഡിയവും, അവരുടെ കരങ്ങൾ ഈ മരിക്കാൻ പോകുന്ന ആളുടെ നേരെ കൈ നീട്ടും. ബാസിത്തു ഐഡിയവും, അവരുടെ കരങ്ങൾ, അവർ ആത്മാവിനെ കൈകൊണ്ട് തൊടില്ല, അവർ കൈ ഇങ്ങനെ നീട്ടും മരിക്കുന്നവൻ്റെ നേരെ. എന്നിട്ട് എന്ത് പറയുന്നറിയോ? അഹ്രിജു അംഫുസക്കും, നിന്റെ നെഫ്സിനെ ഞങ്ങൾ എടുക്കില്ല, നീ തന്നെ നിന്റെ ആരോഗ്യവും ശക്തിയും ഉപയോഗിച്ച് പുറത്തേക്ക് തള്ളിത്തരണം. നീ പുറത്തേക്ക് തള്ളിത്തരുന്നത് വരെ ഞങ്ങളിവിടെ കാത്തിക്കാം. കാരണം എൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടേ മലക്ക് എടുക്കൂല, കൈകൊണ്ട് തൊടാൻ അറപ്പാണ്. ആരെ? നഫ്സുൽ ഹബീസ് എന്നാ റസൂലുള്ള പറഞ്ഞത്. ഏറ്റവും മ്ലേച്ഛമായ ആത്മാവുന്ന. താന്തോന്നിത്വവും തമ്മാടിത്വവും ഒക്കെ ചെയ്യുമ്പോൾ അറിയില്ല, ചിന്തിക്കില്ല ഇങ്ങനൊരു മരണമുണ്ടെന്ന്, ഇങ്ങനൊരു അവസാന യാത്രയുണ്ടെന്ന്. ആ അവസാന യാത്രയിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ബാസിത്തു ഐദ്യവും, മലക്കുകൾ അവരുടെ കരങ്ങൾ നീട്ടും. എന്നിട്ടോ അഹ്രിജു അംഫുസക്കും, നിന്റെ നെഫ്സിനെ നിന്റെ ശക്തി ഉപയോഗിച്ച് ശ്വാസം പുറത്തേക്ക് തള്ളിത്തരണം. നമുക്ക് ആലോചിച്ചറിയാലോ, മരിക്കുന്ന രംഗത്ത് എന്തായിരുന്നാലും ഒരാൾക്ക് അത്രമാത്രം ശക്തിയൊന്നും ഉണ്ടാവില്ല, റൂഹിനെ തള്ളാൻ മാത്രം. അപ്പം റൂഹിനെ പുറത്തേക്ക് തള്ളിക്കൊടുക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞാൽ എന്താ അറിയോ? തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ മലക്കുകൾ പറയും, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇതുവരെയും നീ ചെയ്ത എല്ലാ തമ്മാടിത്തങ്ങൾക്കും അക്രമങ്ങൾക്കും പാപകൃത്യങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഫലമായി അൽയൗമ തുജ്സൗൻ, ഇന്നു മുതൽ നിനക്ക് പ്രതിഫലം നൽകപ്പെടാൻ പോവുക. അദാബൽ ഹൂൻ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷ. അപ്പം എന്ത് മനസ്സിലായി? വിശ്വാസികളുടെയും താന്തോണികളുടെയും മരണം ഒരുപോലെയല്ല, രണ്ടും രണ്ട് രൂപമാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ വിശ്വാസത്തെ നിലനിർത്തണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നഹ്ൽ അല്ലാഹു പറഞ്ഞു ഇതേ വിഷയത്തെക്കുറിച്ച്, അല്ലദീന തതവഫാഹുമുൽ മലായിക്കത്ത്, മലക്കുകൾ സമ്പൂർണമായി ഏറ്റെടുക്കും ആത്മാവിനെ. ആരുടെ? ലാലിമി അംഫുസവും, സ്വന്തം നഫ്സിനോട് എണ്ണമില്ലാത്ത ഒരു തൗബയും ചെയ്യാത്ത അതിക്രമങ്ങൾ ചെയ്ത തമ്മാടികളായി മരണം വരെ ജീവിച്ച ആളുകളുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ എത്തുമ്പോൾ ഫാൽക്കൗ സലം, അവർ മരണത്തിന് കീഴൊതുങ്ങുക. ആര്? ഈ തമ്മാടി. യാതൊരു രക്ഷയില്ല, അവസാനത്തെ കൊടുക്ക. മരണം എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്ക. അപ്പൊ ഫാൽക്കൗ സലം, അവർ മരണത്തിന് കീഴൊതുങ്ങും. എന്നിട്ടോ ആ കീഴൊതുങ്ങുമ്പോൾ മലക്കുകളോട് ഇവർ പറഞ്ഞു നോക്കും, മാ കുന്നാ നഅ്മലു മിൻ സൂ, ഞങ്ങൾ ഇക്കാലം അത്രയും ഒരു തിന്മയും ചെയ്തിട്ടില്ല, ഒരു തിന്മയും ചെയ്തിട്ടില്ല. മരണത്തിന്റെ അവസാന വേളയിലും മലക്കുകളോട് കളവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. മാ കുന്നാ നഅ്മലു മിൻ സൂ, ഒരു തിന്മയും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതിന്റെ മറുപടി ബല, അല്ല. ഇന്നല്ലാഹ അലീമുൻ ബിമാ കുൻതും തഅ്മലൂൻ, നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും അള്ളാഹു വളരെ കൃത്യമായി അറിയുന്നവനാണ്. ഏതെല്ലാം സന്ദർഭത്തിൽ, ഏതെല്ലാം മലമടക്കിൽ വെച്ച്, ഏതെല്ലാം ഇരുട്ടറകളിൽ വെച്ച്, ഏതെല്ലാം ഏകാന്തതയിൽ വെച്ച്, എന്തെല്ലാം തമ്മാടിത്തങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തു, ആരൊക്കെ കൂടി ചെയ്തു, ഏതൊക്കെ കൂട്ടുകാർ, ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, എല്ലാം കൃത്യമായി അള്ളാഹുവിനറിയാം. എന്ന് മാത്രമല്ല, നാളെ പരലോകത്തിന് നാം ചെയ്ത സ്ഥലം വരെ സംസാരിക്കും റബ്ബിനോട്. ഇന്ന ഭൂമിയിൽ വെച്ച്, ഇന്ന സ്ഥലത്ത് വെച്ച്, ഇന്ന ആളുകൾ. ഇവിടൊക്കെ നമ്മളുടെ കേസും കൂട്ടുമൊക്കെ ഉണ്ടാവുമ്പോഴുണ്ടാവും, വക്കീലന്മാർ വരും. ആ വക്കീലന്മാർ എൻ്റെ കക്ഷി കുറ്റക്കാരനല്ല എന്ന് കോടതിയിൽ വാദിക്കും. ഏത് തമ്മാടിയെയും രക്ഷപ്പെടുത്തും. അതിന് പ്രാപ്തരായ കള്ളം പറയാൻ പഠിച്ച വക്കീലന്മാർ ഇഷ്ടം പോലെയുള്ള ലോകാത്. പക്ഷെ അവിടെ ഉണ്ടാവില്ല. വല്ലാത്തൊരു ആപത്തിലേക്കാണ് മരണവേളയോട് ഒരു തമ്മാടി കടക്കാൻ പോകുന്നത്. അവൻ്റെ എല്ലാ തമ്മാടിത്തങ്ങളും സവിസ്തരം അള്ളാഹിൻ്റെ മുമ്പിൽ വെളിവാവും. അതാണ് അള്ളാഹ് പറഞ്ഞത്, എന്ത്? അള്ളാഹുവിനെല്ലാം അറിയാം,
എന്നിട്ട് മലക്കുകൾ പറഞ്ഞാ ഈ ആത്മാവിനെ ഇങ്ങോട്ട് ഏറ്റുവാങ്ങുമ്പോൾ തന്നെ ഇവനെ അറിയുന്നുണ്ട് എന്ത്, ഫദ്ഖുലു അബ്വാബ ജഹന്നം, നരകത്തിന്റെ കവാടങ്ങളിലേക്ക് കടന്നു പോകാം. മയ്യത്ത് ഇവിടെ ഭൂമിയിലപ്പുള്ളത് പറയുന്ന നരകത്തിന്റെ കവാടങ്ങളിലൂടെ കടക്കാൻ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യാത്ര നരകത്തിലേക്കാണ്. ഖബറിലേക്ക് പോയാലും ഖബറിൽ വെച്ചാലും അവിടെയും അവന്റെ നേരെ ശിക്ഷ ഓടിയെത്തും നരകത്തിന്റെ. അതുകൊണ്ട് അതാണ് ഫദ്ഖുലു അബ്വാബ ജഹന്നം ഖാലിദീന ഫീഹ, അതിൽ നിങ്ങൾക്ക് ശാശ്വതമാണ്, ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത ശിക്ഷ. ഫലബിസ മസുവൽ മുതകബ്ബിരീൻ, സൂറത്തുൻ നഹ്ൽ 28-29 ആയത്ത് പരിശോധിച്ചാൽ കാണാം. ഫലബിസ, എത്രയോ മോശമാണ്, മസുവൽ മുതകബ്ബിരീൻ, മുത്തക്കബിരിങ്ങളുടെ പാർപ്പിടം. മസുവൽ മുത്തക്കബിരി എന്ന് പറഞ്ഞാൽ കിബറുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാണ്ടക്കാൻ കാരണം എന്തായിരുന്നു? അവന്റെ ഉള്ളിലുള്ള അഹന്തയും അഹങ്കാരവുമായി. ആണായാലും പെണ്ണായാലും ഒരു കൽപ്പനയും എടുക്കൂല, ഒരു മുത്തക്കബിരിങ്ങളാണ്. അത് അവരുടെ പാർപ്പിടം വളരെ മോശമാണെന്നാണ് പറയുന്നത്. കിബർ മനസ്സിലുണ്ടാവും. അള്ളാഹിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ കിബർ ഇല്ലാണ്ടൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. അള്ളാഹിന്റെ കൽപ്പനകൾ കാറ്റിൽ പറത്തുന്ന ആളുകൾക്ക് ഉള്ളിൽ കിബർ വരും. അവരുടെ ജീവിതം മുഴുവൻ കിബറില്ല. അവരുടെ വസ്ത്രം കിബറിലായിരിക്കും, അവരുടെ ഭക്ഷണം കിബറിലായിരിക്കും, അവരുടെ വാഹനം കിബറിലായിരിക്കും, അവരുടെ വീട് കിബറിലായിരിക്കും. വേണേ പരിശോധിച്ച് നോക്കിയാണല്ലേ? എവിടെയെങ്കിലും അള്ളാഹ് പറഞ്ഞു കൊടുത്തൊരു പോരായ്മ തോന്നുന്നുണ്ടോ? ഫലബിസ മസുവൽ മുത്തക്കബിരീൻ, ഭൂമിയിൽ അഹങ്കാരികളായി ജീവിച്ച ആളുകളുടെ പാർപ്പിടം വളരെ മോശമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലുള്ള ആയത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്നാൽ അള്ളാഹു പറഞ്ഞെന്താ? അൻ ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആത്ത് അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മനിരതരായി ജീവിച്ചു, വിശ്വാസികളായി ജീവിച്ചു, പടച്ച തമ്പുരാന്റെ നിയമങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിച്ചു ജീവിച്ചു. അവർ മരിക്കുമ്പോഴോ ഖുർആൻ പറയുന്നു സൂറത്തുൻ നഹ്ൽ തന്നെ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ, ഭൂമിയിൽ വിശിഷ്ടരായി ജീവിച്ച, അള്ളാഹിന്റെ കൽപ്പനകളും നിരോധനങ്ങളും ശ്രദ്ധിച്ച് ജീവിച്ച മുത്തഖീങ്ങളായ ആളുകൾ മരിക്കുമ്പോൾ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ, വിശിഷ്ടരായ ആളുകളെ പിടിച്ചെടുക്കുമ്പോൾ ആ മയ്യത്തിനോട്, മരിക്കാൻ പോണോടെ മലക്ക് കൊണ്ട് പറയുക, യഖൂലൂന സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും. ആരോട്? മലക്കുകളുടെ സലാം. ആരോട്? അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും കൽപ്പനകൾക്കും ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിച്ച് ജീവിച്ച ആളുകൾ മരിക്കുമ്പോൾ മരണവേളയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ വാനമിറങ്ങി വന്നിട്ട് ഇവനോട് പറയാൻ, സലാമുൻ അലൈക്കും ദുഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. എത്ര മനോഹരമായ കാര്യമല്ലേ? ഏതിപ്പോൾ ആഗ്രഹിക്കും നിങ്ങൾ? ഞാനും നിങ്ങളും ആഗ്രഹിക്കണം എന്താ? സലാം പറഞ്ഞ്, മലക്കുകൾ സലാം പറഞ്ഞ് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ആ വിഭാഗം ആളുകൾ ഉൾപ്പെടണം അല്ലേ? അതിനെന്ത് വേണം? അമലു സാലിയാത്ത് വേണം, ഈമാൻ വേണം, അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരു കൽബ് വേണം. ഇതൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ കിട്ടാൻ ഒരല്പം പ്രയാസം തന്നെ അല്ലേ? കാരണം ഈ ഭൂമി മത്സരക്കളരിയാണ്. ഒരാൾ ഒരു തമ്മാടിത്തം ചെയ്താൽ ആ തമ്മാടിത്തം മത്സരിച്ച് ചെയ്യും അടുത്ത വീട്ടുകാരൻ. അവിടെ ഒരു പരിപാടി വെച്ചാൽ ആ പരിപാടിയേക്കാൾ മനോഹരമാക്കണം. അവിടെ ഒരു ചോറുണ്ടാക്കിയാൽ, അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ, ഫുഡിന് പോലും മത്സരം നടക്കുന്ന കാലം അത്. അതിന് പ്രത്യേകമായ ആണും പെണ്ണും, പർദ്ദട്ട പെണ്ണുങ്ങളും പർദ്ദയിടാത്ത പെണ്ണുങ്ങളും എല്ലാം രംഗത്തിറങ്ങും അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ബീച്ചിലൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ, ഇവർക്കൊന്നും മരണബോധം അപ്പം ഉണ്ടാവില്ല. ഒരു താൽക്കാലിക സുഖവും സന്തോഷവും ആനന്ദവും മാത്രമാണ് അവരുടെ കൽബിലുള്ളത്. മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ചിന്ത അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത്, അല്ലദീന തതവഫാഹുൽ മലായികത്തു തയ്യിബീൻ, വിശിഷ്ടരായി ജീവിച്ച് മരിക്കുന്ന ആളുകളെടുത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്നു, യഖൂലൂന, അവർ പറയും, സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും ദുഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. എന്താ കാരണം? വെറുതെ കയറ്റല്ല സ്വർഗത്തിൽ. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരാണ്, അധ്വാനിച്ചവരാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ആ അധ്വാനം ഉണ്ടാവണം. അല്ലെങ്കിൽ എന്താ പറഞ്ഞത്? നേരത്തെ നമ്മൾ എന്താ കേട്ട്? ശാശ്വതമായ നരകത്തിൽ പ്രവേശിച്ചു. അങ്ങനെ പറഞ്ഞ ഫദ്ഖുലു അബ്വാബ ജഹന്നം ഖാലിദീന ഫിഹ, അവിടെയും ശാശ്വതമാണ്, ഇവിടെയും ശാശ്വത. അപ്പം മരിക്കുമ്പോൾ തന്നെ തീരുമാനമാവും എന്ത്? നമ്മളുടെ യാത്ര എങ്ങോട്ടാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ മരണവേളക്ക് മുമ്പ്, അള്ളാഹുവിന്റെ കോടതിയിലേക്കുള്ള യാത്രക്ക് മുമ്പ് സ്വർഗം ഉറപ്പാക്കി
മരിക്കാനുള്ള തൗഫീക്കിനായി പ്രാർത്ഥിക്കണം എപ്പോഴും. അതിനെന്ത് വേണം? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കാൻ നമ്മൾ എളുപ്പമുണ്ടാവും, പക്ഷെ പ്രവർത്തിക്കാൻ ഉണ്ടാവണം. അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് ഒരു വളരെ ചെറിയൊരു ശതമാനം വിട്ടുപോകുന്നു തോന്നുമ്പോഴേക്കും അവിടെ പിടിച്ചു നിർത്തണം. പക്ഷേ അത് കുടുംബമായാലും ബന്ധുക്കളായാലും ഭാര്യയായാലും മക്കളായാലും കല്യാണമായാലും കൂടുകൂടിക്കലായാലും എന്തായിരുന്നാലും പിശാചിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പണിക്കും ഞാനില്ല എന്ന് പറയാൻ നിങ്ങൾ ഉണ്ടാവണം. പിശാചിനെ സന്തോഷിപ്പിക്കാൻ മനസ്സിലായോ? ഇന്നൽ മുബദിന, ദുർവ്യയം ചെയ്യുന്നവർ, അത് കുടിക്കലിനായാലും കല്യാണത്തിനായാലും ഒക്കെ അല്ലേ. ഇന്നൽ മുബദിന കാനു ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ സഹോദരങ്ങളാണ് അത് ചെയ്യുക. അപ്പം അവിടെയൊക്കെ നമ്മൾ ഇടപെടണ്ട, അല്ലാണ്ട് വെറും നിസ്കാരമല്ല. നിസ്കാരത്തിനൊന്നും വലിയ പണിയില്ല, ബാങ്ക് കൊടുത്താൽ അങ്ങോട്ട് പോരാ. അതെന്തിനാ? അതും ചില ആളുകൾക്ക് ഉള്ളിലൊരു ചിന്ത ഉണ്ട്, ഞാനൊരു നല്ലോനാണെന്ന് നാട്ടുകാരൊക്കെ പറയണം, അതിനുവേണ്ടി നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. അതിനുവേണ്ടി മാത്രം നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. അതെന്തിനാ? ഞാൻ പള്ളിയിലൊക്കെ വരുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ നിസ്കരിക്കണം. 40 ശിർക്ക് ചെയ്യാത്ത ആളുകൾ നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഓന്റെ ഷഫായത്ത് അള്ളാഹു സ്വീകരിക്കുന്ന ഒരഹദീസിൽ. മറ്റൊരു ഹദീസിൽ 100 പേർ ശിർക്ക് ചെയ്യാത്ത ആൾക്ക് കിട്ടാൻ വലിയ പണിയാട്ടോ, ഒന്നും കിട്ടൂല. 100 പോയിട്ട് 40 കിട്ടൂല. ശിർക്ക് പല നിലക്കും വരാം. എന്താ? ശിർക്ക് എപ്പോഴും ഉറുമ്പരിക്കുന്ന സാവകാശത്തിലേക്ക് നമ്മളുടെ ജീവിതത്തിലേക്ക് വരും. ഒരു ചിന്ത കൊണ്ട് വരെ ശിർക്കാവും അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഇടുന്ന ഒരു ഷർട്ട്, ആ ഷർട്ട് നിങ്ങൾക്കൊരു ബർക്കത്ത് നൽകുന്നു എന്ന് ചിന്തിച്ചാൽ ശിർക്കായി. ഓൻ്റെ നിസ്കാരം കൊണ്ട് കാര്യമില്ല. ഈ ഷർട്ട് ഇടുമ്പോഴേ ഒരു റാഹത്താന്ന് പറഞ്ഞാൽ പോയി അതിൻ്റെ കഥ. റാഹത്തല്ല, അല്ലാണ്ട് ഷർട്ടല്ല. അതുപോലെ ഈ വണ്ടി എനിക്ക് ബർക്കത്ത് തന്ന വണ്ടിയാണ്, അതിൻ്റെ കഥ കഴിഞ്ഞു, ഓൻ്റെ കഥയും കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ വീട് എന്താണെന്നറിയില്ല, എന്തൊക്കെയോ പ്രയാസങ്ങൾ, ഒരുപാട് രോഗങ്ങൾ എനിക്ക് വരുന്നുണ്ട്, എന്തോ അപകടങ്ങൾ. ഖൈറും ഷെറും അള്ളാഹിരുന്ന വീട്ടിൽ നിന്നല്ല, അത് ശിർക്കായി. നിങ്ങൾ വിചാരിക്കേണ്ട ശിർക്ക് കാരണം തലയിൽ കൊമ്പ് മുളക്കൊന്നുമില്ല. ശിർക്ക് ചെയ്യുന്നവൻ്റെ തലയിലെ ഒരു കൊമ്പൊന്നും മുളക്കൂല, അവൻ്റെ തലച്ചോറിലേക്കാണ് ഇത് വരിക. അതുകൊണ്ട് ശിർക്ക് ഉള്ള ആളുകൾ മയ്യസ്കരിച്ചിട്ടൊരു കാര്യമില്ല. അപ്പം ശിർക്കില്ലാത്ത 40 ആളുകളെ കിട്ടാൻ ആണോ നിങ്ങളുടെ ലക്ഷ്യം? അതൊക്കെ പള്ളിയിൽ വന്നാൽ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ. കാരണം പള്ളിയിൽ വരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി വന്നവരാണ്. അപ്പം സ്വാഭാവികമായും അവരൊരുപാട് നന്മകൾ നിറഞ്ഞ ഉപദേശങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുന്നവരായിരിക്കും. അപ്പം അവർ തീർച്ചയായും നിസ്കരിച്ചാൽ അള്ളാഹു ആ ഷഫായത്ത് സ്വീകരിക്കും. ആവട്ടെ, എന്തായിരുന്നാലും റസൂലുള്ള പറഞ്ഞെന്താ അറിയോ? നമ്മൾ ഒരു മയ്യത്ത് മരിച്ച്, ഇപ്പം നമ്മൾ പറഞ്ഞെന്താ, ഒരു മുത്തക്കിയായി മരിച്ചാൽ വിശിഷ്ടരായ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയത്. മറ്റതോ തമ്മാടിയും താന്തോണിയും പാപിയും കുറ്റകൃത്യങ്ങൾ നിറഞ്ഞവനും ആണെങ്കിലോ അവനെ കൊണ്ടുപോകുന്ന ഇദ്ഖുലു അബ്വാബ ജഹന്നം, നരകത്തിന്റെ കവാടത്തിലേക്ക് കൊണ്ട് അല്ലേ. റസൂലുള്ള വ്യാഖ്യാനിക്കുന്നത് കേട്ടോളൂ. ഇന്ന അഹദക്കും ഇദാ മാത്ത, നിങ്ങളിലൊരാൾ മരിച്ചാൽ ഉരില അലൈഹി മഖ്ദുഹു, അപ്പത്തന്നെ ഖബറിൽ വെച്ചും അവന്റെ മരണവേളയിലും അവൻ ഇതുവരെ അധ്വാനിച്ച അധ്വാനത്തിന്റെ ഫലമായി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മരിക്കുന്ന രോഗിക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും. ഇങ്ങനെ മരണവേളയിലെ കാണിച്ചു തരിക, ഇതുവരെ എടുത്ത അധ്വാനം എന്തായിരുന്നു? നിസ്കാരം കബൂലായോ? സക്കാത്ത് കബൂലായോ? ഹജ്ജ് കബൂലായോ? ഉംറ കബൂലായോ? നിന്റെ സൽക്കർമ്മങ്ങൾ കബൂലായോ? നിന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം കബൂലായോ? നിന്റെ ഭാര്യയോടുള്ള പെരുമാറ്റം കബൂലായോ? ഭർത്താവിനോടുള്ള പെരുമാറ്റം കബൂലായോ? മക്കളോടുള്ള പെരുമാറ്റം നീതിപൂർവമായിരുന്നോ? ഇതെല്ലാം പരിശോധിച്ച് കൃത്യമായിട്ട് മരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ അള്ളാഹ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് റസൂലുള്ള പറയാം, ഉരുള അലൈഹി മക്കേദു, അവന്റെ മക്കേദ് ചെന്നെത്തുന്ന ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. അതെപ്പോഴൊക്കെ? ഖബറിലാണെങ്കിൽ ബിൽ ഗദാത്തി വൽ അശി, ഖബറിൽ വെച്ചാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും കാണിച്ചു കൊടുക്കും. ഖബറിൽ വെച്ച മയ്യത്തിന് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലവരും ഇതൊന്നും ബുദ്ധിക്ക് ദഹിക്കൂല മോലെ, നമ്മൾ ബുദ്ധിക്ക് ദഹിക്കേണ്ട എടുക്കുള്ളൂ. റസൂലുള്ള അങ്ങനെ പറയുന്നൊന്നും നമ്മൾ എടുക്കൂല. ഓൻ്റെ സ്ഥിതി വേറെ നമ്മൾ പറയാനുണ്ട്. തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കിക്കോളി. നാളെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും പോകാൻ നേരത്ത് കാണിച്ചു കൊടുക്കും. റൂഹ് പിരിയുമ്പം ചെല്ലുന്ന സ്ഥലം. ഖബറിൽ മയ്യത്ത് വെച്ചാലോ അപ്പോഴും കാണിച്ചു കൊടുക്കും. അതെന്താ? ഇൻകാന മിൻ അഹ്ലിൽ ജന്ന, ഇത്രയും കാലം അയാൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുകയും അയാൾ സ്വർഗത്തിന്റെ അവകാശിയുമായിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു
ഫമിൻ അഹിൽ ജന്ന, അവനെ സ്വർഗം കാണിച്ചു കൊടുക്കും. ഇനി വൈൻ കാനമിൻ അഹിൽ നാർ, അവന്റെ തമ്മാടിത്തവും താന്തോയിത്തങ്ങളും പാപങ്ങളും കുറ്റകൃത്യങ്ങളുമായി ജീവിച്ചു മരിച്ചവനാണെങ്കിലോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഫമിൻ അഹിൽ നാർ, അവന് നരകവും കാണിച്ചു കൊടുക്കും, രാവിലെയും വൈകുന്നേരം. എന്നിട്ടോ ഫയുക്കാൽ, അതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴൊക്കെ മലക്കുകൾ പറയും യുക്കാൽ ഹാദാ മക്കേടുക്ക, ഇതാണ് നിനക്ക് ചെന്നെത്താനുള്ള സ്ഥലം, നിന്റെ സ്ഥലം അത്. ഹാദാ മക്കേടുക്ക, ഏതുവരെ ഹത്താ യബ്അസകല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു നിന്നെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കും വരെ. അത് ഖബറിലാണ്, നിന്റെ ഇരിപ്പിടത്താണ് ഉണ്ടാവും അനുഭവിക്കുമ്പം. അപ്പോൾ ഖബറിലെ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന നിലക്കുള്ള ജീവിത രീതിയായിരിക്കണം നമ്മുടെ ഉണ്ടാവേണ്ടത്. എന്നാൽ രക്ഷപ്പെടുന്ന ചില ആൾക്കാർ നബി പറഞ്ഞിട്ടുണ്ട്, അത് അവരുടെ അമല് കൊണ്ടുണ്ടാവുന്നതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെള്ളിയാഴ്ച മരിക്കുക. വെള്ളിയാഴ്ച മരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ വെള്ളിയാഴ്ച മരിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഖബറിൽ ശിക്ഷ ഉണ്ടാവില്ല. പക്ഷെ വെള്ളിയാഴ്ച മരിക്കുന്ന മുസ്ലിം, മുഅ്മിൻ, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ പേര് മുസ്ലിമിൻ്റെ, നമ്മളൊക്കെ മുസ്ലിമാ, ഒരു ഉറപ്പുമില്ല നമ്മൾ മുസ്ലിമാണെന്ന്. കാരണം നമ്മളമ്മ ആയിഷക്കുട്ടിയും ബാപ്പ അബൂബക്കറും ആയതുകൊണ്ട് നമ്മളെന്തായി സക്കരിയായി, അല്ലേ അബ്ദുൽ ലത്തീഫായി, അല്ലെ മുജീബുർ റഹ്മാനായി, അല്ലെ അഷ്റഫായി. അതുകൊണ്ട് ആരെയും മുസ്ലിം ആകുമോ? നമുക്ക് പട്ടികയിൽ എഴുതാം, സ്കൂളിന്റെ പട്ടികയിൽ എഴുതാം, കോളേജ് ചേർത്ത് മുമ്പ് എഴുതാം, നിങ്ങളുടെ റേഷൻ കാർഡിൽ എഴുതാം, ആധാർ കാർഡിൽ എഴുതാം, പക്ഷെ മയ്യത്തിന് പറ്റില്ല. അതുകൊണ്ടാണ് റസൂൽ പറയുന്നത് മാമിൻ മുസ്ലിമിൻ യമൂത്ത്, ഒരു മുസ്ലിം മരിക്കുന്നു ഉണ്ടോ, മുസ്ലിം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മുസ്ലിം മരിക്കുന്നു, യമൂത്ത് യൗമൽ ജുമാ, വെള്ളിയാഴ്ച ദിവസം, ഔ ലൈലത്തൽ ജുമാ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ. വെള്ളിയാഴ്ച രാവ് പറഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ളതല്ല, വ്യാഴാഴ്ച. വെള്ളിയാഴ്ച രാവിലെ ഒരാൾ മരിച്ചാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന് രക്ഷ നൽകും. അങ്ങനെ മരിക്കാൻ എല്ലാവരും കഴിയൂല. ഞാൻ ആരെങ്കിലും വെള്ളിയാഴ്ച മരിച്ചാലേ നിങ്ങൾ വിചാരിക്കേണ്ടത് അയാൾക്ക് ഖബറിൽ ശിക്ഷയല്ലേ കഴിച്ചിലായിരിക്കുന്നു. മരിക്കാനുള്ള വിധി ഇവനക്ക് ഉണ്ടാവുള്ളൂ, അവർക്ക് മുസ്ലിമിന്. അതിന് കുറച്ച് പണിയുണ്ട്. ഈ നാളിൽ ഈ കാലഘട്ടത്തിൽ അതിനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം തമ്മാടിത്തങ്ങളും താന്തോന്നിത്തങ്ങളും ഘോഷയാത്രയായി വ്യക്തിഗത ജീവിതത്തിനും കുടുംബജീവിതത്തിലേക്കും ഒക്കെ വന്നുകൊണ്ടേ നിൽക്കുകയാണ്, അല്ലേ? നിങ്ങൾക്കൊരു തോന്നുന്നില്ലേ അത് ഈ പറഞ്ഞത് ശരിയാണെന്ന്? വളരെ പരിമിതമായ ആളുകൾ മാത്രമേ എന്താവുള്ളൂ അള്ളാന്റെ കൽപ്പനകൾക്ക് വിധേയമായി ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കുന്നുണ്ട്, ഹജ്ജിനുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഉംറക്കുണ്ട്, സദഖ. ഇതുകൊണ്ടൊന്നും ഒരാൾ മുസ്ലിം ആവില്ല. അതൊക്കെ മുസ്ലിം ആവുന്നതിന്റെ ചെറിയൊരു പാർട്ട് മാത്രമാണ്. അതൊക്കെ അള്ളാഹ് കബൂലാക്കണേ തന്നെ കുറച്ച് പണിയുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബറിൽ ശിക്ഷയില്ലാത്ത മറ്റൊരു വിഭാഗം ആളാരാ അറിയോ? അത് വല്ലാത്തൊരു മരണ. റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള പറയാൻ മൻ യഖ്തുലു ബത്നഹു ഫലൻ യുഅദിബ ഫീ ഖബരി. ഉദരരോഗം വന്ന് ക്യാൻസർ, വയറ്റിൽ ക്യാൻസർ, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഒരു മുസ്ലിമിന്, മൂമിന്, അല്ലാണ്ട് ആർക്കെയും കിഡ്നി ഫെയിലിയർ ആയ ഓൻ ഖബറിൽ ശിക്ഷ ഇല്ല എന്നല്ല. കിഡ്നി ഫെയിലിയറായി, ക്യാൻസർ വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദരരോഗം, അല്ലെങ്കിൽ പ്രസവത്തിൽ മരിച്ചു ഒരു പെണ്ണ്, നല്ല മൂമിനത്തായ പെണ്ണാണ് എങ്കിൽ റസൂലുള്ള പറയാൻ ഫലൻ യുഅദിബ ഫീ ഖബരി, അതും ഖബറിൽ ശിക്ഷിക്കപ്പെടില്ല. ആര്? പ്രസവത്തിൽ മരിച്ചുപോയ പെണ്ണിനല്ല, മൂമിനത്തായ പെണ്ണിന് ഖബറിൽ ശിക്ഷയില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഭാഗം ആളാരാ അറിയോ? റസൂൽ പറയാൻ മൻ മാത മുറാബിത്തൻ ഫീ സബീലില്ല അമിനൽ ഫത്താൻ. അല്ലാത്ത ഹദീസുകളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും കാവൽപടനായി, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ മർദ്ദിക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ കാവൽക്കാരായി നിൽക്കുന്ന മുസ്ലിം ആ കാവൽ വേളയിൽ മരിച്ചുപോയാൽ അള്ളാഹു പറയുന്നു അമിനൽ ഫത്താൻ, ആ ആൾക്കും ഖബർ ശിക്ഷയിൽ നിർഭയത്വം ലഭിക്കും. പിന്നെ ഖബറിലയക്ക് ശിക്ഷയില്ല. മനസ്സിലായോ? അപ്പം നമ്മളെ ശത്രുക്കളായ ആളുകൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ആ അക്രമരംഗത്ത് കാവൽക്കാരനായി നിന്ന ആളുകൾക്ക് പോലും ഖബറിൽ ശിക്ഷയില്ല. ഖബറിൽ ശിക്ഷയില്ല നിങ്ങൾക്ക് അറിയാലോ. റസൂൽ പറഞ്ഞെന്താ? അയാൾക്ക് പരലോകത്ത് ശിക്ഷയില്ല. വല്ലാത്ത അനുഗ്രഹം അല്ലേ? ഏതായിരുന്നാലും
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു നല്ല മൂമിൻ അവൻ്റെ നിസ്കാരം, അവൻ്റെ നോമ്പ്, അവൻ്റെ സക്കാത്ത്, അവൻ്റെ അമലു സാലിയാത്തുകൾ, അവൻ്റെ രക്തബന്ധം പുലർത്തൽ, അവൻ്റെ മാതാപിതാക്കൾ അവൻ ശ്രദ്ധിച്ചത്, ഇതൊക്കെ അവന് എപ്പോഴാണ് ഉപകാരം കിട്ടുകയെന്നറിയോ? ഈ പണിയൊക്കെ എടുക്കുന്ന ആളുകൾക്ക് എപ്പോഴാണ് ഉപകാരം കിട്ടുക അറിയോ? അവിടെ റസൂല പറയുന്നത് കേട്ടോളൂ, ഇന്നൽ മയ്യിത്ത, ഒരു മയ്യത്ത്, ഇതാ വുളിയ ഫീ കബരി, ഖബറിലേക്ക് ഒരു മയ്യത്ത് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ, യസ്മഉ ഖർഅൻ ആലിഹിം ഹീന യുവല്ലൂനാനു, ആ കൊണ്ടുവന്ന് വെച്ച ആളുകൾ മയ്യത്ത് ഖബറിൽ വെച്ച് പിരിഞ്ഞു പോകുമ്പോൾ അവർ ചവിട്ടുന്ന ചെരുപ്പടിൻ്റെ ശബ്ദം ഈ മയ്യത്ത് കേൾക്കും. പിരിഞ്ഞു പോകുന്നത് ഇവരറിയും, മയ്യത്തറിയും. എന്താ കേൾക്കുക? യസ്മഉ ഖർഅൻ ആലിഹിം, അവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം, കാലടി ശബ്ദം, അതവർ കേൾക്കും. അപ്പൊ റസൂൽ പറയാ, ഫൈൻ കാന മൂമിനൻ, ആ ഖബറിൽ വെച്ച മയ്യത്ത് മൂമിനാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഫൈൻ കാന മുഅ്മിനൻ കാനത്തി സലാത്തു ഇൻദ റഅസി, അവൻ ഈമാനോടുകൂടി ഇതുവരെ നമസ്കരിച്ച നമസ്കാരത്തിന്റെ പ്രതിഫലം ഖബറിൽ ഇവന്റെ തലഭാഗത്ത് വന്ന് നിൽക്കും. മയ്യത്തിന്റെ തലഭാഗത്ത്. എന്റെയും നിങ്ങളുടെയും നിസ്കാരം ഖബറിൽ തലഭാഗത്ത് വന്നു നിൽക്കാൻ മാത്രം ആത്മാർത്ഥതയും ഇഖ്ലാസും നിഷ്കളങ്കമായും അള്ളാഹുവിനെ ഭയപ്പെട്ടുമാണോ നിസ്കരിച്ചതെന്ന് പരിശോധിക്കണം കേട്ടോ. സ്വന്തമായി വിലയിരുത്തുക. മൂമിനാവണം, നമസ്കാരം അള്ളാഹു ഇഷ്ടപ്പെടും വിധം, തൃപ്തിപ്പെടും വിധം നിർവഹിച്ചതാവണം. എങ്കിൽ നമ്മളൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്, നിസ്കാരത്തായ്പ ഉണ്ടാവും, കാലിന്റെ മുട്ടിന്റെ മുകളിലും അടയാളുണ്ടാവും, നിര്യാണിന്റെ മുകളിലും അടയാളുണ്ടാവും, അത്തയ്യാത്രയിൽ അടയാളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ അടയാളം നോക്കിയിട്ടല്ലല്ലോ, അതൊക്കെ മൂരിനറക്കണോടത്ത്, ഇവിടെ ഒന്നും നടക്കൂല, വളരെ പ്രയാസം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പുലർത്താൻ കഴിയണം. അതിന് എന്ത് വേണമെന്നുള്ളത് ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാം. ഞാനും നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് ഓരോ ദിവസവും നമ്മളെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും നമുക്കറിയാം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാമീപ്യമുള്ള സ്ഥലങ്ങളല്ല. 90% സ്ഥലങ്ങളും ഇബ്ലീസിന്റെ സാമീപ്യമുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിച്ചു പോവുക, ഒരു ഒഴുക്കിനൊത്ത് അങ്ങനെ പോവുകയാണ്. മുസ്ലിം ഒഴുക്കിനൊത്ത് നീങ്ങേണ്ടവനല്ല, ഓനൊരു ആദർശം ഉണ്ടാവണം, ഒരു നിലപാടുണ്ടാവണം, എങ്കിലേ ഇങ്ങനെ മരിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ റസൂൽ പറഞ്ഞതാണ്, മൂമിനായ മനുഷ്യനാണെങ്കിൽ കാനത്തി സലാത്തു ഇൻദ റഅസി, തലഭാഗത്ത് വന്ന് നിൽക്കും. കാന സിയാമു ഫീ യമീനി, അവൻ മരണം വരെ അനുഷ്ഠിച്ച വ്രതത്തിന്റെ പ്രതിഫലം അവന്റെ വലതുഭാഗത്ത്, മയ്യത്തിന്റെ ഖബറിൽ കിടത്തിയ വലതുഭാഗത്ത് നോമ്പിന്റെ പ്രതിഫലം, തലഭാഗത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം. പിന്നെയോ കാനത്തി സക്കാത്തു ഫീ ഷിമാലി, അവൻ കൊടുത്ത സക്കാത്ത് അത് അള്ളാഹു സ്വീകരിച്ചതാണെങ്കിൽ ആ സക്കാത്തിന്റെ പ്രതിഫലം അവന്റെ ഇടതുഭാഗത്ത് വന്ന് നിൽക്കും. ഇതെന്തിനാ വന്ന് നിൽക്കുന്ന അറിയാലോ. വക്കാന ഫീലുൽ ഖൈറാത്തി മിന സദഖ, അവൻ നിർവഹിച്ച ഫീലുൽ ഖൈറാത്ത്, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ, ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ആരെയും ബോധ്യപ്പെടുത്താനല്ല. സദഖ, ദാനധർമ്മം, ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. സിലത്ത്, രക്തബന്ധം ചേർത്തിട്ടുണ്ട്. ആ ഏട്ടനും അനുജനും ആങ്ങളെയും പെങ്ങളും ഉമ്മയും മകനും ഭാര്യയും ഭർത്താവും, അതല്ലാത്ത കുറെ ബന്ധങ്ങൾ നമ്മൾ പുലർത്തുന്നുണ്ട്. അതൊന്നും സിലത്തല്ല. രക്തബന്ധം എന്ന് പറഞ്ഞാൽ ഒരേ ഉദരത്തിൽ നിന്ന് വന്ന, അതിപ്പോൾ കുറച്ച് പ്രയാസം അല്ലേ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ രക്തബന്ധം ചാർത്താനും പുലർത്താനും വലിയ പ്രയാസമാണ്. അല്ലെങ്കിൽ പിന്നെ രണ്ടു കൂട്ടർക്കും പൈസക്കാരായിരിക്കണം, എന്നാ പുലർത്തും. രണ്ടു കൂട്ടരും, ഏട്ടനും പൈസക്കാരനാണ്, അഞ്ചനും പൈസക്കാരനാണെങ്കിൽ പുലർത്തും അല്ലേ. ഏട്ടൻ പൈസക്കാരനല്ല, നയാ പൈസ ഗതിയില്ലാത്തതാണെങ്കിൽ അഞ്ചൻ വല്ലാണ്ട് പുലർത്താൻ പോകില്ല. ശരിയല്ലേ? അപ്പം അങ്ങനെ രക്തബന്ധം പുലർത്തി. പിന്നെ വൽ മഅറൂഫ്, ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അവിടെ നന്മയുമായി പ്രതികരിച്ചു, അതും അതിന്റെ പ്രതിഫലവും. വൽ ഇഹ്സാൻ ഇലന്നാസ്, ജനങ്ങളോട് കാണിച്ച നന്മ, ജനങ്ങളോട് കാണിച്ച പുണ്യം, ഇതൊക്കെ നാളെ ഖബറിൽ മയ്യത്ത് വെച്ചാൽ ഈ പറഞ്ഞതെല്ലാം ഇന്ദ റിജ്ലൈഹി, മയ്യത്തിന്റെ കാലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കും. ഇതൊക്കെ എന്താ വന്നിട്ട് ചെയ്യുന്നത്? ഫയൂത്താ മിൻ ഖിബിലി റഅസി, അപ്പോഴാണ് അവനെ ശിക്ഷിക്കാനുള്ള മലക്കുകൾ തലയുടെ ഭാഗത്തൂടെ കടന്നു വരുന്നു. ആ സമയത്ത് നമസ്കാരം പറയും, എന്ത് പറ്റൂല, ഇങ്ങോട്ട് കടക്കാൻ കഴിയില്ല, അതിനാണ് അവിടെ വന്ന് നിൽക്കുന്നത്. ഫത്തഖൂലു സലാത്ത് മാ ഖിബലി മദ്ഖൽ,
ഇതിലെ മദ്ഖലില്ല, ഇതിലെ പ്രവേശനമില്ല മലക്കിന്. ഇപ്പം നമസ്കാരത്തിൻ്റെ വില മനസ്സിലായോ? വെറുതെ നിസ്കരിക്കുകയല്ല. ഖബറിൽ മയ്യത്ത് കൊണ്ടുപോയി വെച്ചാൽ മലക്കുകൾ കടന്നു വരുമ്പോൾ സലാത്ത് പറയുന്നു, തഖൂലു സലാത്ത് മാ ഖിബലി മദ്ഖൽ, ഈ വഴി പ്രവേശനമില്ല. അതുപോലെ വലതുഭാഗത്ത് ഇവിടെ കടന്നു വരുമ്പോൾ ഫയൂത്ത യമീനി ഫയഖൂൽ സിയാം, അപ്പം നോമ്പ് പറയും മാ ഖിബല മദ്ഖൽ, ഇതിലെയും വഴിയില്ല, ഇങ്ങോട്ട് കിടക്കാൻ കഴിയില്ല. ഖബറിലേക്ക് ശിക്ഷിക്കാനുള്ള ആൾക്ക് കിടക്കാൻ കഴിയില്ല. ഫയൂത്താൻ ഷിമാലി, അപ്പം ഇടതുഭാഗത്തോടെ വരും. വലതുഭാഗത്തോടെ വന്നപ്പം നോമ്പ് പറഞ്ഞു പ്രവേശനമില്ല, തലഭാഗത്തോടെ വന്നപ്പം നിസ്കാരം പറഞ്ഞു പ്രവേശനമില്ല. ഫയൂത്താൻ ഷിമാലി, ഇടതുഭാഗത്തു കൂടെ വന്നു ഖബറിന്റെ. അപ്പോഴോ ഫതഖൂലു സക്കാത്ത്, അപ്പോൾ അവൻ അതുവരെ കൊടുത്ത അള്ളാഹ് സ്വീകരിച്ച സക്കാത്ത് ഉണ്ടല്ലോ, അത് പറയും ഇവിടെ മദ്ഖലില്ല, പ്രവേശനമില്ല കേട്ടോ. അങ്ങനെ ഓരോരുത്തരും മദ്ഖലില്ല എന്ന് പറയും. അതുപോലെ തന്നെ സാലിഹായ മനുഷ്യന്റെ മയ്യത്ത് ഖബറിൽ വെച്ചാൽ ഏറ്റവും സുമുഖനായ ഒരു മലക്കിനെ അള്ളാഹ് അയക്കും. സുമുഖനായ, കാണാൻ അഴകുള്ള, കൗതുകം തോന്നുന്നൊരു മലക്ക് ഖബറിൽ വരും. അപ്പൊ ഈ മയ്യത്ത് ഈ ആളോട് ഈ മലക്കിനോട് ചോദിക്കും, മൻ അൻത, താങ്കൾ ആരാണ്? അപ്പൊ മലക്ക് പറയും, അന അമലുക്ക സാലിഹ്, ഞാൻ നീ അള്ളയും റസൂലും പഠിപ്പിച്ച സൽക്കർമ്മം ചെയ്ത ആ പ്രതിഫലാണ്, അതിന്റെ പ്രതിഫലമായിട്ട് വന്നത് ഉണ്ടോ? അങ്ങനുണ്ട്. സുമുഖനായ മലക്ക് കൊണ്ട് പറയുന്നു, അന അമലുക്ക സാലിഹ്, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്. നീ ഇതുവരെ ചെയ്ത സൽക്കർമ്മ അത് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട്, അത് അതിന് വന്നതാണ് കേട്ടോ. എന്നാലോ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടേച്ചു പോകും അല്ലേ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കളും മുതലും ഒക്കെ അള്ളാഹു ദുനിയാവിനൊരു അലങ്കാരാക്കി വെച്ചതാണ്. അതിൽ നമ്മളെ പോയി പെടണ്ട കേട്ടോ, അതൊക്കെ അലങ്കാര. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാക്കിയാത്തു സാലിഹാത്ത് ഉണ്ടോ, ബാക്കിയാകുക സാലിയായ കർമ്മങ്ങളാണ്. നമുക്ക് മയ്യത്തിന്റെ കൂടെ ബാക്കിയാകുക സാലിയായ കർമ്മങ്ങളാണ്. അതാണ് എന്ത്? സവാബൻ, ഖൈറുൻ സവാബൻ, ഏറ്റവും നല്ല പ്രതിഫലവും, ഖൈറുൻ അമല, പ്രതിഫലം പ്രതീക്ഷിക്കാവുന്നതും നമ്മളുടെ സൽക്കർമ്മങ്ങളാണ്. മക്കളും മുതലൊക്കെ ഇവിടെ അടുത്ത തലമുറക്ക് ഇട്ടുകൊടുത്ത് നമ്മളോട് പോകും, എത്ര ഉണ്ടാക്കിയാലും അല്ലേ. പിന്നെ നമ്മളെന്താ കൊണ്ടുപോവുക? ഒരു മയ്യത്ത് പുരേന്ന് ഇറങ്ങുമ്പോൾ എന്ത് കൊണ്ടുപോകും? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർകത്തിൻ വമാ അമറു മിൻ മൻസിലിൻ ലല്ല ഖാലിയാ. എന്താ കൊണ്ടുവന്നത്? വലം യഖ്റുജു, അവൻ കൊണ്ടുപോകുന്നില്ല, ഇല്ലാ ബിഖുത്നിൻ വഖിർകത്തിൻ, അല്പം പഞ്ഞിയും ഒരു 3 കണ്ടം തുണിയും. ഇത് മാത്രം ഏത് പണക്കാരനായാലും എത്ര പൈസക്കാരനായാലും ഇതേ കൊണ്ടുപോകുള്ളൂ അല്ലേ. ഒമാമറൂമിൻ മൻസിലിൻ ലല്ല ഖാലിയ, അവന്റെ ജീവിതം കൊണ്ട് അവൻ പടുത്തുയർത്തിയ മനോഹരമായ അവന്റെ രമ്യഹർമ്മത്തിൽ നിന്ന് അവന്റെ മയ്യത്ത് പുറത്തിറങ്ങുമ്പോൾ അവൻ കൊണ്ടുപോകുന്നതാണ്, വേറൊന്നുണ്ടാവില്ല. ഈ രമ്യഹർമ്മങ്ങളൊക്കെ നമുക്ക് എന്തേ ഉണ്ടായുള്ളൂ? കൽബിന്റെ അകത്ത് അഹങ്കാരം കൂട്ടി എന്നല്ലാണ്ട് ഒരു എളിമത്വവും വന്നിട്ടില്ല ഉണ്ടോ? ചിന്തിക്കണം, നമ്മുടെ ജീവിതം എവിടത്തേക്കാ പോകുന്നത്? ജീവിച്ചു തീരാനായില്ലേ? ഈ പള്ളിയിലിരിക്കുന്ന ഒരു 60% ആളുകൾക്കും കാഴ്ചയെ തന്നെ നമുക്കറിയാം കത്തിത്തീരാനായതാ അല്ലേ. എന്നിട്ടും നന്നാവണം എന്നുള്ള ബോധമോ മരണത്തെക്കുറിച്ചുള്ള ചിന്തയോ, ഖബറിൽ രക്ഷപ്പെടണം, ഖബർ റാഹത്താവണം, എൻ്റെ മരണം റാഹത്താവണം എന്നുള്ള ചിന്തയിലേക്കോ നമ്മൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ ജീവിക്കുമ്പോൾ അള്ളാഹിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് മരണം റാഹത്താവുന്ന, ഖബർ ജീവിതം റാഹത്താവുന്ന, പരലോകം റാഹത്താവുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ-റഹീമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് ജീവിക്കുക. എപ്പോഴും നമ്മളെ വഞ്ചിക്കുന്നത് മുതലാണ്, സമ്പത്താണ്, ഒരു വഞ്ചന അല്ലേ. എപ്പോഴും കയ്യിൽ പണമുണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള മോഹത്തിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും തമ്മാടിയും താന്തോന്നിയും ഒക്കെ ആയി മാറുന്നത്. അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് വിധേയമാകാതെ ജീവിക്കുന്നതിന് ഒരു പ്രധാന കാരണം സമ്പത്താണ്.
അത് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ കയ്യിൽ പണമുണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഞാനിപ്പോൾ അള്ളിയും പള്ളിയും ദീനും ഇസ്ലാമും ഒക്കെ ആയിട്ട് നടന്നിട്ടാണ് എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തത്. ഓരോരുത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹു ധനം വല്ലാണ്ട് കൊടുക്കും അള്ളാഹിനെ ധിക്കരിച്ചാൽ. അള്ളാഹിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പലിശ മുതൽ ഉണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പലിശ വാങ്ങാൻ പറ്റുമല്ലോ. ആരും സഹായിച്ചില്ലേലും എത്ര ബുദ്ധിമുട്ടിയാലും നമ്മൾ നമ്മളുടെ ആധാരമോ നമ്മളുടെ ആഭരണമോ ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തൂല. എന്താ കാരണം? ഹറാമാണ്. ഹറാമായ മുതൽ തിന്നാൽ അയ്യുമ ലഹ്മിൻ നബത്തമിൻ സൂത്ത്, ഹറാമായ മുതൽ തിന്നുകയോ തീറ്റിപ്പിക്കുകയോ ചെയ്താൽ ഫഹുവ ഫിന്നാർ, ഓൻ നരകത്തിലാണ്. ഓൻ്റെ കാര്യം തീരുമാനമാവും. അപ്പം നിങ്ങളെന്താ പറയുക? കഷ്ടപ്പെടുമ്പോൾ ഈ ബയൽ പറഞ്ഞ മൗലീദ് തരുന്നില്ലല്ലോ, ഈ പ്രഭാഷണം നടത്തിയ മൗലീദ് തരുമോ? സഹായിക്കുമോ? പിന്നെ കഷ്ടപ്പെടുമ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പോയിട്ട് ബാങ്കിൽ നിന്ന് വാങ്ങുക തന്നെ, വാങ്ങിക്കോ. എന്നെ സഹായിക്കാം പ്രസംഗിക്കുന്ന ആളുകളൊക്കെ എന്നോട് ആരോ ബാധ്യത ഉണ്ടോ? അതൊന്നുമില്ല. അവിടെയാണല്ലോ നമ്മളുടെ ഈമാൻ. അള്ളാഹു എത്ര പരീക്ഷിച്ചാലും എത്ര കഷ്ടപ്പെടുത്തിയാലും ഞാൻ ഹറാമിലേക്ക് പോവില്ല. ആ തീരുമാനം എടുക്കാൻ കഴിയണം. ആ മനസ്സിനെ ഈമാൻ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അനങ്ങുമ്പോഴേക്കും റൂം വലുതാക്കണം, പൈസ ഇല്ല, അപ്പോഴേക്കും ബാങ്കിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു കൊടുക്കുക ആൾക്കാർ, ബാങ്കിൻ്റെ ആൾക്കാരെ, നിങ്ങൾക്ക് ലോണ് വേണോ ഇങ്ങോട്ടേക്ക്. എൻ്റെ അർത്ഥം എന്താ? നരകം വേണോ? നമ്മളൊക്കെ വിളിക്കലുണ്ട്. ഓർക്ക് കിട്ടുന്ന നമ്പറിലൊക്കെ ഓല് വിളിക്കും. എന്തിനാ? നമുക്ക് നരകം പതിച്ചതല്ല. അപ്പം നിങ്ങൾ ചോദിക്കേണ്ട ശരി, നമ്മളെ എന്നെ ഓലൊക്കെ അറിയില്ലേ? ഓൽക്ക് എന്നെ അറിഞ്ഞിട്ടല്ല, എൻ്റെ ഫോൺ നമ്പർ ഒന്നും കിട്ടണ്ട. ആരാണെന്നോ എൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ടെന്നൊന്നും ഓൽക്കറിയില്ല. പിന്നെ എനിക്ക് ബാങ്കിൽ ഇടപാടുണ്ടോ അതൊക്കെ ഓല് നോക്കും. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാൻ ലോണ് വേണോ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട്. അപ്പം ഞങ്ങൾ ചോദിക്കുക തർക്കമില്ല ഞാൻ അല്ലേ, ഞാൻ വലിയ ആളായല്ലോ. ഈ വലിയ ആളായതല്ല, ഈ നരകത്തിൻ്റെ അവകാശിയായതാ. ചെറിയ ചെറിയ റൂം വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ലോൺ വാങ്ങുന്നു. എന്തിനധികം പറഞ്ഞു? ഫോണ് വാങ്ങാൻ ലോൺ വാങ്ങണമല്ലേ? ഓലെ ഏർപ്പാടായി കൊടുക്കുന്നില്ലേ അവിടെ? ഇല്ലേ? ഡബനോട് ചോദിച്ചിരിക്കുന്നത് അവിടെ കുത്തിരിക്കുകയാണ്. ഞാൻ ബാരിൽ കൊണ്ടു കൊടുത്ത് നോക്കിയാണ്. ഞാനൊരിക്കൽ പോയിരുന്ന അവിടെ, അതുകൊണ്ടാ. അപ്പം പൈസ ഇല്ലെങ്കിൽ പൈസ ലോഡാക്കി തരാതെ ഞാൻ പറഞ്ഞു, ഇന്ന നരകത്തിൽ കൊണ്ടാൽ എനിക്കെന്താ തിരക്ക് വെച്ചു ഉണ്ടോ. പിന്നെ ഞാൻ പോയിട്ടുമില്ല. ഇപ്പം അറിയാം. അങ്ങനെ സ്കൂട്ടർ വേണോ? വെറും 100 റുപ്യ മതി സ്കൂട്ടർ തരാനാണ്, ബാക്കിയൊക്കെ പലിശ. അപ്പം എന്താ തോന്നുക? തർക്കമില്ല, ഞാനൊരു തർക്കമില്ല. 100 റുപ്യ കൊടുത്തപ്പോഴേക്കും വണ്ടി കിട്ടി. അങ്ങനെയാണല്ലോ. പിന്നെ കച്ചവടക്കാരോ ഓൻ ഓടി, ഓൻ എടുക്കുന്നതിൻ്റെ പേരെന്താണ്? ഓടി. ഇനി നരകത്തിൽ ഓടും. അതിൻ്റെ പേര് തന്നെ ഓടിയെന്നാ അല്ലേ? ഓടി എടുക്കാനല്ല അറിയാം. ഓനെ ഓട്ടുമല്ല നരകത്തിൽ. അപ്പോഴേ മനസ്സിലാവുള്ളൂ. എത്ര ആളുകൾ വന്നു പോയിട്ടുണ്ടാവാം. എൻ്റെ ഈ ഹുത്ബ കേട്ടു, നിങ്ങളെ കൽബ് തട്ടിയോ? എങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് തൗബ ചെയ്തോളി, എല്ലാം ഒഴിവാക്കിക്കോളി, ക്ലീൻ ആയിക്കോളി. മരണം അള്ളാഹു റാഹത്താക്കും. അപ്പം സ്വർഗം അള്ളാഹു ഒരിക്കലും ഉണ്ടാവില്ല ഒരു ദാസനോടും അക്രമം ചെയ്യില്ല. ചെയ്യുന്ന നമ്മൾ ചെയ്തേ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാം, സൂറത്ത് തൗബയിൽ 55-ാമത്തെ ആയത്തെടുത്തിട്ട് നിങ്ങളൊന്ന് പോയി നോക്കേണ്ടി. ഫലാ തുഴ്ജിബുക അംവാലഹും വലാ ഔലാദഹും, പല ആളുകളുടെയും മക്കളും മുതലുകളും ഒക്കെ കണ്ടിട്ട് നീ അത്ഭുതപ്പെടരുത്. ആര്? മുസ്ലിം. നല്ല മക്കൾ, ഓല് പഠിച്ചു, ഓല് അമേരിക്കയിലാണോ USA-ലാണ്, ഓൻ ലണ്ടനിലാണ്, അതൊക്കെ കേട്ടിട്ട് ഇജ്ജ് ബേജാറാണ്ട കേട്ടോ. ഓൻ്റെ മക്കൾ എവിടെ ആയിക്കോട്ടെ, ഓൻ്റെ മക്കൾ ഖബറിലെവിടെയാണ് അതാ നോക്കണ്ടത്. ഓൻ്റെ മക്കളുടെ പരലോകം എവിടെയാണ് അതാ ഈ നോക്കണ്ടത്. അത് പറയുമ്പോഴേക്കും തന്നെ എൻ്റെ മോന് അമേരിക്കയിലാണ്, ലണ്ടനിലാണ്, അല്ലാ എൻ്റെ മോന് ബില്യങ്ങാടിയിലാണ്, എൻ്റെ മോന് പാളയത്താണ്, അപ്പം മറ്റോൻ്റെ എൻ്റെ മോന് USA. അത് കേൾക്കുമ്പോഴേ അത്ഭുതപ്പെടേണ്ടത്. അല്ല പറയാ ഫലാ തുഴ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. എന്നിട്ട് അല്ല പറഞ്ഞ വാക്കിട്ടുള്ളത് ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദിബഹും ബിഹാ ഫിൽ ഹയാത്തി ദുനിയ. ഇങ്ങനൊക്കെ ആക്കി കൊടുക്കുന്നത് മക്കളെ വലിയ ഉയരങ്ങളിലേക്ക് ഒരുപാട് സമ്പത്ത് അള്ളാഹു കൊടുക്കുന്നതൊക്കെ ലിയുഅദിബഹും, അള്ളാഹു ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അത് മുഖേന ലിയുഅദിബഹും ബിഹാ, അത് മുഖേന ശിക്ഷിക്കാനാ ഫിൽ ഹയാത്തി ദുനിയ. എന്നിട്ട് അല്ല പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടത് മരിക്കുമ്പോൾ കാഫറായിട്ടേ മരിക്കൂ. അങ്ങനെയുണ്ട്. നമ്മളെ കൽബിലേക്ക് കയറും നമ്മളെ മക്കൾ അല്ലേ, മക്കളെ കഴിവുകൾ.
ഓൻ അത്ര വരുമാനമുണ്ട്, ഓൻ ഇപ്പോൾ അത്ര വലിയവനാണെന്നൊക്കെ തോന്നും. ബാപ്പാർക്കാ തോന്നുക അല്ലേ? അങ്ങനെ അതൊക്കെ കൽബിലേക്ക് എടുത്തു വെച്ചാലോ തസ്ഹഖു അൻഫുസുഹും, അവരുടെ മനസ്സ്, അവരുടെ ആത്മാവ് പിരിയെങ്ങനെ ഓഹും കാഫിറൂൻ, കാഫിറായിട്ടാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. നമുക്കെല്ലാം കാര്യങ്ങളും അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാം കേട്ടവരാണ് നമ്മൾ. ഒരുപാട് ആളുകൾ, നിങ്ങളൊക്കെ മഹാഭാഗ്യവാന്മാരാ. എന്താ കാരണം? നിങ്ങൾ ഇതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും ആഴ്ചയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേൾക്കാൻ വിധിയില്ലാത്ത, വഴിയില്ലാത്ത ഒരുപാട് മുസ്ലിങ്ങൾ വേറുണ്ട്. കേട്ടവരും കേൾക്കാത്തവരും ഒരുപോലല്ല, ആണോ? അറിവുള്ളവരും അറിവില്ലാത്തവരും സമല്ല, രണ്ടും രണ്ടാണ്. പക്ഷെ ആ അറിവുകൊണ്ട് വേണം ജീവിതത്തിൽ പകർത്താൻ കഴിയണം. അതിന് നല്ല വിശാലമായൊരു മനസ്സ് വേണം. അതിനെപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കണം, റബ്ബി ഇശ്റഹ് ലി സദ്രി, പടച്ചോനെ ഹൃദയത്തിന് വിശാലത നൽകണേ കേട്ടോ. അപ്പം അള്ളാഹു വിശാലത നൽകും, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനുള്ള കഴിവ് നൽകും കേട്ടോ. മൂസാ നബി പ്രാർത്ഥിച്ചല്ലേ, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി, എൻ്റെ കാര്യം എളുപ്പാക്കി തരണം അല്ലേ. വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം ഞാൻ ആരോടെയും പറയുകയാണെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് പടച്ചോനെ എനിക്ക് തരണം. ഒരു പൊട്ടംകളി കളിക്കരുത് കേട്ടോ. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക, മരണയാത്രക്കൊരുങ്ങുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഖബറിൽ ശിക്ഷയില്ലാത്ത ചില മരണങ്ങൾ, വെള്ളിയാഴ്ച രാവിൻ്റെ മരണം, അതുപോലെ ഉദരരോഗങ്ങൾ വന്ന് പ്രസവത്തിൽ മരിച്ചു പോകുന്നത്, കിഡ്നി രോഗങ്ങൾ വന്ന് മരിക്കുന്നു. ഇതൊക്കെ ഈമാനും ഇസ്ലാമും ഉള്ള ഒരാൾക്കാണ് ഇത് ബാധിച്ചതെങ്കിൽ അയാൾക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകും. ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരുമ്പോഴോ, എൻ്റെ പടച്ചോനെ ജി ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹം. കാരണം ഇത്രയും കാലം വയറിന് രോഗം വന്നിട്ടേ എത്ര ബുദ്ധിമുട്ടെന്ന് അറിയാം. വയറിന് രോഗം വന്നാൽ മറ്റു രോഗം പോലല്ല. അറ്റാക്കൊക്കെ ആണെങ്കിൽ അടിച്ചാണ്ട് പോയിക്കോളൂ പീസായിട്ട്. വയറിൻ്റെ ഒക്കെ പറഞ്ഞാൽ കുറേ കാലം അനുഭവിക്കണം അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഖബറിലെ ശിക്ഷയിൽ നിന്ന് അയാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, ഇസ്ലാം ഉണ്ടെങ്കിൽ അള്ളാഹു രക്ഷ നൽകും. അങ്ങനെ ഖബറിലും മരണവേളയിലും റാഹത്ത് നൽകുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ അള്ളാഹു ഇടം നൽകുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളിതുവരെ ചെയ്തു പോയ പാപങ്ങൾ ചെറുതും വലുതുമായ എല്ലാം അള്ളാഹു അവൻ്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع الدعاء وتب إلينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.